കേരളത്തിലെ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാധ്യമങ്ങളെ ആകെ സംബന്ധിച്ചിടത്തോളം ആങ്ങള ചത്താലും വേണ്ടില്ല നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന നിലയിൽ രാഷ്ട്രീയമായി മാധ്യമങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നില. രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നതിന് തെളിവുകളുണ്ട്. സമീപകാലത്ത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അജിത് പവാർ എന്ന് പറയുന്ന മഹായുതിയുടെ നേതാവ് ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ്, മഹാരാഷ്ട്രയിലെ ഉദ്ധവ് ഠാക്കറെ സർക്കാരിനെ വീഴ്ത്തുന്നതിന് വേണ്ടി അദാനിയുടെ ദില്ലിയിലുള്ള വസതിയിൽ വെച്ചാണ് കൂടിയാലോചനകൾ നടന്നത്. അവിടെ അമിത്ഷായടക്കമുള്ള BJP നേതാക്കൾ ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ പ്രക്രിയയിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ നേതാക്കൾ തന്നെ, രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഭരണത്തിൽ തുടരുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മുതലാളിമാർ, കോർപ്പറേറ്റുകൾ നേരിട്ട് ചെയ്യുന്ന നില വന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ കാണുന്നത്. മൂന്നാമത്തെ ഘട്ടം ഇപ്പോൾ 2024 ഉണ്ടായിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഈ സമീപ ദിവസങ്ങളിലാണ് പൂർത്തിയായത് നമുക്കറിയാം. 2025 അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം നടത്തിയത്. ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം നടത്തിയെങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപിനോടൊപ്പം അധികാരം പങ്കിടുന്ന ഒരു മുതലാളിയുണ്ട്, ഒരു കോർപ്പറേറ്റ് ഉണ്ട്. അതാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് നമുക്കറിയാം റോക്കറ്റ് കച്ചവടത്തിലും അതുപോലെ തന്നെ ഇലക്ട്രിക് കാർ കച്ചവടത്തിലും ഒക്കെ വ്യാപൃതനായി കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ലോകത്തിലെ 1-ാം നമ്പർ ബിസിനസ്സുകാരനായിരുന്നു, 1-ാം നമ്പർ മുതലാളിയായിരുന്നു ഇലോൺ മസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബിസിനസ്സിൽ മാത്രം കാലൂന്നിയാൽ പോരാ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മൈക്രോ ബ്ലോഗറായിട്ടുള്ള ട്വിറ്റർ ഏറ്റെടുക്കുകയും ചെയ്തു. ആ ട്വിറ്റർ ഏറ്റെടുത്തത് നമുക്കറിയാവുന്നതുപോലെ $44 ബില്യൺ 3.74 കോടി രൂപയ്ക്ക്, ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഒരു മൈക്രോ ബ്ലോഗർ ഇലോൺ മസ്ക് ഏറ്റെടുത്തത് 3,74,000 കോടി രൂപയ്ക്ക്. അത്രയും മൂല്യം അതിനുണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ ഇപ്പോഴും ഈ പറയുന്ന അധിക മൂല്യത്തിൽ ഇലോൺ മസ്ക് ട്വിറ്റർ എന്ന മൈക്രോ ബ്ലോഗർ ഏറ്റെടുത്തതിന് അമേരിക്കയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അദ്ദേഹം ഇത്രയും മൂല്യം കുറഞ്ഞ ഒരു സ്ഥാപനം മൂല്യം ഉയർത്തിയെടുത്തത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വെറും ഈ പറയുന്ന റോക്കറ്റ് ബിസിനസ്സിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രിക് കാർ ബിസിനസ്സിലോ മാത്രം പങ്കാളിയായാൽ പോരാ, അധികാര പങ്കാളിത്തം വേണം എന്നുള്ളതാണ്. അപ്പോൾ 1-ാം ഘട്ടത്തിൽ ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് കോൺഗ്ലമറേറ്റിലൂടെ രാഷ്ട്രീയക്കാരുമായി ഭരണാധികാരികളുമായി ബന്ധം സ്ഥാപിച്ച മുതലാളിമാർ 2-ാം ഘട്ടത്തിൽ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടി ഇടപെടുകയും അങ്ങനെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെട്ട് തങ്ങളുടെ ഭരണാധികാരികളുടെ അധികാരം സുരക്ഷിതമാക്കി നൽകുന്നതിലൂടെ അതിന്റെ വിഹിതം ഏറ്റുവാങ്ങുകയും 3-ാം ഘട്ടമാകുമ്പോഴേക്കും അധികാരത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അമേരിക്കയിലെ സാഹചര്യത്തിൽ കാണുന്നത്. ഇലോൺ മസ്ക് ഇന്ന് വൈറ്റ് ഹൗസിലിരുന്ന് അമേരിക്ക ഭരിക്കുന്നവരിൽ ഒരാളാണ്. ദ ടൈം മാഗസിൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിൽ ഇലോൺ മസ്കിനെ ഇരുത്തിയിട്ടാണ് ഇപ്പോ കവർ സ്റ്റോറി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അവിടുത്തെ ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനായും അമേരിക്ക ഫസ്റ്റ് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ പദ്ധതിയുടെ നേതാവായും ഇപ്പോ ഇലോൺ മസ്ക് നിയമിതനായി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇലോൺ മസ്ക് ഇടപെടുന്നത്. ജർമ്മനിയിലെ ഏറ്റവും അതായത് നാസി ജർമ്മനിക്ക് ശേഷം പുതുതായി രൂപം കണ്ട നവനാസികളുടെ സംഘടനയ്ക്ക് ഇതിനകം തന്നെ ഇലോൺ മസ്ക് പിന്തുണ നൽകുകയും സാമ്പത്തിക സഹായം നൽകുകയും അവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ബ്രിട്ടനില് ഏറ്റവും ദീർഘമായ കാലയളവില് അവിടെ ഭരിച്ചിരുന്ന വലതുപക്ഷ പാർട്ടിയെ അധികാരഭ്രഷ്ടരാക്കി ഇടതു പാർട്ടിയായിട്ടുള്ള ലേബർ പാർട്ടി അവിടെ അധികാരത്തിലേക്ക് വരികയും ചെയ്തു. പക്ഷേ ആ ലേബർ പാർട്ടിക്ക് ഇപ്പോ അധികാരത്തിൽ തുടരാനാകാത്ത വിധത്തിൽ ഇലോൺ മസ്ക് ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. ഇത് അമേരിക്കൻ സാഹചര്യമാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് കാണാം. അമേരിക്കയില് ഇതേ അദാനിക്കെതിരെ ഒരു കേസുണ്ടായ സമയത്ത് അത് ഇന്ത്യയിലെ പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചപ്പോ ആ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയത്തെ ഡിഫെൻഡ് ചെയ്തത് ഇന്ത്യയിലെ ഭരണപക്ഷമായിരുന്നു. എങ്ങനെയാണോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തിച്ചത് എന്ന നിലയിൽ മോദിയുടെ ഇന്ത്യയിൽ ഇപ്പോ അദാനിയുടെ കമ്പനി പ്രവർത്തിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് പാർലമെന്റിൽ ഇപ്പോ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പ്രതിപക്ഷം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് ഇന്ത്യയുടെ വികസന വാഹനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും ജോർജ് സോറോസും ചേർന്ന് നടത്തുന്ന കുൽസിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഭരണപക്ഷം, ഇന്ത്യയുടെ ഭരണകൂടം
ഈ ഭരണകൂടം ഒരു മുതലാളിക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ഡിഫൻസ് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ നാട് നന്നാകണമെങ്കിൽ, വളരണമെങ്കിൽ ഇപ്പോ അദാനി വേണം അല്ലെങ്കിൽ അംബാനി വേണം എന്നുള്ളതാണ് സ്ഥിതി. നമുക്കറിയാം, അംബാനി ഇന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 350 വാർത്താ ചാനലുകളാണ് ഈ രാജ്യത്തുള്ളതെങ്കിൽ അതിലെ 72 ചാനലുകളും കൈയാളുന്നത് അംബാനിയാണ്. NDTV ദക്ഷിണ അടക്കം ഏറ്റെടുത്തുകൊണ്ട് അദാനിയും ഏതാണ്ട് അംബാനിയോടൊപ്പം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കോർപ്പറേറ്റുകളുടെ കീഴിൽ മാത്രമായിരിക്കുന്നു എല്ലാ ടെലിവിഷൻ ചാനലുകളും, എല്ലാ വർത്തമാന പത്രങ്ങളും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചരിത്രമാർക്കും വഴിപ്പെട്ട് നിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായ രീതിയിലുള്ള കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ മാധ്യമങ്ങളിലൂടെ ഒരൊറ്റ ദിശയിൽ മാത്രം വാർത്തകൾ ലഭിച്ചു തുടങ്ങിയപ്പോഴും അവിടെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന്റെ ശക്തിയിൽ പുതിയ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉയർന്നു വന്നിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ആകെ അംഗീകരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ നല്ല ചില സൂചനകളുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരെ പോലും ഒരുപക്ഷെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ സത്യസന്ധമായ രീതിയിലുള്ള അവലോകനങ്ങൾ നൽകാൻ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില വ്യക്തികൾക്ക് സാധിച്ചത് നമുക്കറിയാം. ധ്രുവ്രാട്ടി, രവീഷ് കുമാർ എന്നീ പേരുകളുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രബീർ പുർക്കായസ്തി അടക്കമുള്ള പേരുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഈ ഒരു സാഹചര്യം, അതായത് ചരിത്രം ആർക്കും വഴിപ്പെടുന്നതല്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാധ്യമങ്ങളെ ഒരുപക്ഷെ ഭരണകൂടം അതിന്റെ അധികാര ശക്തി ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയാൽ പോലും ആ തടഞ്ഞു നിർത്തലിനെ അതിജീവിക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ അവയ്ക്കുണ്ടാകുമെന്നും അങ്ങനെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന്റെ സ്രോതസ്സിലൂടെ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളും ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഇനിയുമേറെ മുന്നോട്ട് പോകാനുണ്ട്. ഈ ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് അച്ചടി മാധ്യമങ്ങളെ പോലെയോ അല്ലെങ്കിൽ ടെലിവിഷൻ മാധ്യമങ്ങളെ പോലെയോ അതിന് വലിയ നിലയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവശ്യമില്ല, പ്രവർത്തന മൂലധനം ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ മൂലധനം അധികം വേണ്ടാത്ത ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുതിയ സംരംഭങ്ങൾ ഉയർന്നു വരുന്നു. അങ്ങനെയാണ് പ്രബീർ പുർക്കായസ്തിയുടേതടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തടയുന്നതിന്റെ ഭാഗം കൂടിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ തടയിടേണ്ടതുണ്ടോ അവിടെയൊക്കെ തടയിട്ടപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയായി ഓൺലൈൻ മാധ്യമങ്ങളെ നരേന്ദ്രമോദി സർക്കാർ കണ്ടത്. നമുക്കറിയാം, CPM അടക്കമുള്ള ദേശീയ പാർട്ടികളുടെ ഫണ്ട് മരവിപ്പിച്ചു, അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അതിനോടൊപ്പമാണ് പ്രബീർ പുർക്കായസ്ത എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തത് എന്ന് കാണുമ്പോൾ ആ മേഖലയ്ക്ക് വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം, ആ മേഖലയെ വേണ്ട നിലയിൽ കത്രിക പൂട്ടിട്ട് നിർത്താൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ആ മേഖലയെ തടഞ്ഞു നിർത്താൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നത്. നോക്കൂ, ഇത് ഇന്ത്യയിലെ ആകെ സാഹചര്യം. അച്ചടി മാധ്യമങ്ങൾ അതുപോലെ തന്നെ ടെലിവിഷൻ മാധ്യമങ്ങൾ ആകെ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുമ്പോൾ ആ കോർപ്പറേറ്റുകളുടെ മുതലാളിമാർ പറയുന്ന വിധത്തിൽ ഈ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു. അങ്ങനെ അവർക്ക് BJP ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അതേപോലെ ഏറ്റുവിളിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാലോകർക്കാകെ അറിയാം, എന്തറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ BJP കേവല ഭൂരിപക്ഷം നേടാൻ പോകുന്ന എന്ന്. പക്ഷെ BJP വിളിച്ച മുദ്രാവാക്യം എന്താണ്? BJP വിളിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് അബ്കി ബാർ 400 പാർ എന്നാണ്. അബ്കി ബാർ 400 പാർ എന്ന BJP മുദ്രാവാക്യം സർവേകളിൽ മാത്രമല്ല എക്സിറ്റ് പോളിൽ പോലും ഇന്ത്യൻ മാധ്യമങ്ങൾ ഏറ്റുവിളിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ വിശ്വാസ്യത എവിടെ ചെന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നോക്കൂ, നമ്മളിപ്പോ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലേതിലും വ്യത്യസ്തമായ സാഹചര്യമല്ല. നേരത്തെ പറഞ്ഞു, 1990കളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ അപ്ലിങ്കിങ്ങും അപ്ലിങ്കിങ് അനുവദിക്കാത്ത ഘട്ടത്തിൽ വിദേശ രാജ്യത്ത് ആദ്യം മോസ്കോയില്, പിന്നീട് മാനിലയില്, പിന്നീട് സിംഗപ്പൂരില് ഒക്കെ പോയി കേരളത്തിന്റെ ഭാഷയിൽ, മലയാള ഭാഷയിൽ വാർത്താ സംപ്രേഷണം തത്സമയമായിരിക്കണം എന്ന് കരുതി എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്ത ഒരു ടീമായിരുന്നു ആദ്യത്തെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത്. അതിലെ കേരളത്തിന്റെ സ്വഭാവവുമായിരുന്നു. ഏഷ്യാനെറ്റ് ആ കാലഘട്ടത്തിൽ കണ്ടവര് ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടാവും. ഏഷ്യാനെറ്റ് ഏതെങ്കിലും രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും കക്ഷിയുടെ പക്ഷം പിടിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ കേരളത്തിന്റെ സ്വഭാവം ആ ചാനലിനുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പിന്നീട് പല പല ചാനലുകൾ വന്നു, പല പല സ്വഭാവങ്ങൾ വന്നു. അങ്ങനെ പല പല സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ പോലും അത് ബഹുസ്വരതയുടെ നിറമുണ്ടായിരുന്നു, മണമുണ്ടായിരുന്നു. നമുക്ക് ഇടതാനുകൂല ചാനലുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വലതാനുകൂല ചാനലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും വ്യത്യസ്ത ചാനലുകളാണെങ്കിലും വ്യത്യസ്ത സ്വരം അതിലുണ്ടാകുന്നത് നമ്മളൊക്കെ തന്നെയും അഭിമാനത്തോടു കൂടി കാത്തു സൂക്ഷിച്ചു. പിന്നീട് 2024 വന്നു, നമ്മൾ 2014 വന്നു.
പിന്നീട് BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ കോർപ്പറേറ്റ് മാധ്യമങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് ഒരു അവരുടെ സ്വഭാവത്തിനനുസരിച്ച രീതിയായി മാറിയപ്പോൾ കേരളത്തിലെ ചാനലുകൾക്കും ആ നിലയിൽ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ പൂർണ്ണമായും കേരളത്തിലെ മാധ്യമങ്ങൾ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു നിരീക്ഷണമായി അവതരിപ്പിക്കുന്നതല്ല, അതൊരു വസ്തുതയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, നമ്മളിപ്പോൾ ചിലപ്പോൾ ഇത്തരം സംവാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അങ്ങനെ പറയാമോ? കാരണം കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വാർത്തകൾ വരിക എന്ന് പറയുന്നത് പ്രതിപക്ഷ ധർമ്മമാണ്, അല്ലെങ്കിൽ മാധ്യമ ധർമ്മമാണ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ നോക്കൂ, ഇന്ന് അച്ചടി മാധ്യമങ്ങൾ നിരന്തരം എല്ലാ ദിവസവും വായിക്കുന്നവരായിരിക്കും നിങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം. ആ പത്രത്തിന്റെ ഗുണനിലവാരം ഒന്ന് പരിശോധിക്കുക. അതിന്റെ എഡിറ്റോറിയൽ പേജിന്റെ അവസ്ഥ ഒന്ന് നിങ്ങൾ നോക്കിക്കാണുക. അതിന്റെ എഡിറ്റോറിയൽ ഓരോ വിഷയത്തിൽ, ഇപ്പൊ ഉദാഹരണത്തിന് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൈയാളാൻ കഴിയുന്ന ഒരാളാണ് സഖാവ് KN ബാലഗോപാൽ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓരോ ധനകാര്യ കമ്മീഷൻ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം അത് 3.8 ആയിരുന്നിടത്ത് നിന്ന് 1.9. ഈ അടുത്ത ദിവസങ്ങളിലാണ് 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെത്തിയിട്ടുള്ളത്. 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ കേരള സർക്കാർ BJP ഇതര ഗവൺമെന്റുകളുടെ ധനകാര്യ മന്ത്രിമാരെ നമ്മുടെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തുകയും 16ാം ധനകാര്യ കമ്മീഷനിലെ സംസ്ഥാനങ്ങൾ ഫെഡറൽ സ്വഭാവത്തിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് കൂടിയാലോചിക്കുകയും ചെയ്തു. അതിന്റെ പത്ര റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിനുശേഷമാണ് 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ്. ഈ 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത് 16ാം ധനകാര്യ കമ്മീഷന്റെ നിഗമനമായിരിക്കും. ആ നിഗമനം എന്തായിരിക്കണം എന്നത് സംബന്ധിച്ചോ, കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചോ എത്ര പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്, എത്ര പത്രങ്ങൾ എഡിറ്റോറിയൽ പേജിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മാധ്യമങ്ങളെ ആകെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല. കാരണം എന്താ? ആങ്ങള ചത്താലും വേണ്ടില്ല, നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന നിലയിൽ രാഷ്ട്രീയമായി മാധ്യമങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നില. ഈ അടുത്ത ദിവസങ്ങളിലാണ് CBIയുടെ കുറ്റപത്രം വന്നത്. നമുക്കറിയാം വാളയാറിലെ അമ്മയുടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ മാധ്യമങ്ങൾ ഉയർത്തിയത്. ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്ത്, 2 വാളയാർ അമ്മയുടെ കണ്ണുനീര്. വാളയാർ അമ്മയെ, ഞാൻ സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് പോകുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇപ്പോൾ ആർക്കെതിരെയാണ് പിഴ വിധിച്ചുകൊണ്ടിരിക്കുന്നത്, ആർക്കെതിരെയാണ് അന്വേഷണ ഏജൻസികൾ തിരിയുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാളയാർ കാര്യം എടുക്കാം. എന്റെ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം എന്ന നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു വാളയാറമ്മ. ഈ വാളയാറമ്മയെ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ UDF പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും, കാരണം 7ഉം 13ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ മരിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ആ കുട്ടികളുടെ അമ്മയാണ് ഈ വാളയാറമ്മ. സ്വാഭാവികമായിട്ടും അവരിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചാർത്തിയിട്ടില്ല എങ്കിൽ അവരെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോ നോക്കൂ, CBIക്ക് അന്വേഷണം കൈമാറണം എന്ന് ഈ വാളയാർ അമ്മ അടക്കമുള്ള ഐക്യജനാധിപത്യ മുന്നണി അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ, SDPI, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലിക തീവ്രവാദ സംഘടനകൾ ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ CBIക്ക് അന്വേഷണം കൈമാറുകയും ചെയ്തു. ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്ന എന്താണ്? 7 വയസ്സും 13 വയസ്സും പ്രായമുള്ള ഈ കുഞ്ഞുങ്ങളെ നരാധമന്മാർക്ക് എറിഞ്ഞുകൊടുത്തത് ആ വാളയാറിലെ അമ്മ തന്നെയായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. നോക്കൂ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ ഉന്നയിച്ച വിഷയമുണ്ട്. ഈ വാർത്ത, അതായത് CBI കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംശങ്ങളടങ്ങിയ ഈ വാർത്ത എത്ര പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എത്രയധികം റിപ്പോർട്ടുകൾ അവർ CBIക്ക് ഈ കേസ് വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ട് നൽകി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അവരുടെ സമരങ്ങൾ നിരന്തരമായി വാർത്താ ചാനലുകളിൽ, അച്ചടി മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ CBIക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് CBIക്ക് വിട്ടുകൊടുക്കുകയും CBI അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തപ്പോൾ മലയാള മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങളിൽ ആ വാർത്ത കാണാനില്ല. പകരം ഈ വാർത്ത നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടി മദ്രാസിൽ നിന്നിറങ്ങുന്ന ദ ഹിന്ദു എന്ന് പറയുന്ന വർത്തമാന പത്രം വായിക്കേണ്ട സ്ഥിതിവിശേഷമാണുള്ളത്. 1990കളിലാണ് K കരുണാകരനെതിരെ ISRO ചാരക്കേസ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ തലമുറയിലും സംഭവിച്ച കാര്യം തന്നെയാണത്.
ISRO ചാരക്കേസ് സംഭവിച്ചപ്പോ നമ്മള് നമ്പിനാരായൺ, രമൺ ശ്രീവാസ്തവ, കെ കരുണാകരൻ എന്ന ആഭ്യന്തരമന്ത്രി, ആ കാലഘട്ടത്തിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അന്ന് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതെന്നറിയാം. കരുണാകരന്റെ കോൺഗ്രസിലെ മുഖ്യ എതിരാളിയായിട്ടുള്ള AK ആന്റണി പക്ഷത്തെ ഫസ്റ്റ് ലഫ്റ്റനന്റ് ആയിട്ടുള്ള ഉമ്മൻചാണ്ടിയാണ് ആ കാലഘട്ടത്തിൽ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. അദ്ദേഹം വലിയ യാത്ര നടത്തി കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ. കെ കരുണാകരൻ എന്ന തന്റെ പാർട്ടിയിൽപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ കരുണാകരന് ലീഗ് കൂടി ഈ ഉമ്മൻചാണ്ടിയോടൊപ്പം ചേർന്നപ്പോ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിൽക്കാലത്ത് അതായിരുന്നില്ല സത്യം എന്നറിഞ്ഞപ്പോ നമ്മള് ഈ രാജ്യം നമ്പിനാരായണ നഷ്ടപരിഹാരം കൊടുത്തു. ഈ സംസ്ഥാനം രമൺ ശ്രീവാസ്തവ എന്ന ആൾക്ക് വിളിച്ച് DGP പദവി കൊടുത്തു. പിണറായി വിജയനെതിരെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിനുശേഷവും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഇത് എന്ന് നമുക്കറിയാം. ആ വിഷയത്തിൽ ഇപ്പോ തെറ്റുപറ്റിപ്പോയി എന്ന് പറയേണ്ടതില്ല. പക്ഷേ തിരുത്താൻ ഒരു ഏജൻസിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, സംസ്ഥാന പോലീസിനെ തന്നെ തിരുത്താൻ ഒരു ഏജൻസിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ വാർത്ത നൽകാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ അന്ധത കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എന്റെ നിഗമനം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് ഒരു വെറും മാധ്യമങ്ങളുടെ എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഇതൊരു രാജ്യം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിന്റെ ഒരു വലിയ വിപുലമായിട്ടുള്ള വിഷയമാണിത്. ഒരു രാജ്യം പൂർണ്ണമായും വലതുപക്ഷവൽക്കരിക്കപ്പെടുമ്പോൾ, പൂർണ്ണമായും മാധ്യമങ്ങൾ ഈ വലതുപക്ഷ കോൺഗ്ലമറേറ്റിന്റെ ഭാഗമായി മാറുമ്പോൾ, ഒളിഗാർക്കിയുടെ ഭാഗമായി മാധ്യമങ്ങൾ മാറുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാധാരണ സംഭവങ്ങളാണ്. നമ്മൾ ഇതിനെ സാധാരണ കണ്ണുകൾ കൊണ്ട് മാത്രം നോക്കിയാൽ അത് പൂർണ്ണമാകില്ല, നമ്മുടെ നിരീക്ഷണം പൂർത്തിയാകില്ല. അതുകൊണ്ട് നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി നോക്കിക്കാണുകയും ഈ മാധ്യമങ്ങൾക്ക് ബദലായി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നോക്കൂ, 1996 ഞാൻ പറഞ്ഞു, 1996 ഞാനൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കൊരു മാധ്യമ പ്രവർത്തകനാകണം. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാഷ്ട്രീയക്കാരനാകുന്നതിനേക്കാൾ എനിക്ക് മാധ്യമ രംഗത്തേക്ക് ഇറങ്ങി രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയും എന്ന് വിചാരിച്ച ഒരാളായിരുന്നു, ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനെങ്കിൽ. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മാധ്യമ പ്രവർത്തകനാകേണ്ടതില്ല മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം സമൂഹ മാധ്യമങ്ങളുടെ എല്ലാ സങ്കേതവും എന്റെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ ത്രിപാഠി ആരാണ് എന്ന്? ത്രിപാഠി എന്ന് പറയുന്നത് ഹരിയാനയിൽ നിന്ന് ജർമ്മനിയിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ടുള്ള ഒരു സാധാരണ ചെക്കനാണ്, നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരനാണ്. അവന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജേർണലിസ്റ്റ് എന്ന് ഞാൻ കരുതുന്ന രാജീവ് സർദേശായിയേക്കാൾ ഉപരിയായിട്ട് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് നടത്താൻ കഴിയുമെങ്കിൽ നമുക്കെല്ലാവർക്കും അതിന് സാധിക്കും. ഒരുപക്ഷെ ടെലിവിഷനിൽ ഇത്രയും കാലം ഇരുന്ന എന്നെക്കാൾ കൂടുതൽ അതൊന്നും അറിയാത്ത നിങ്ങളിലൂടെ ആയിരിക്കും, നിങ്ങളുടെ ശൈലിയിലൂടെ ആയിരിക്കും ഒരുപക്ഷെ ആളുകൾ അത് കൂടുതലായി സ്വീകരിക്കുക. അതുകൊണ്ട് ഞാനോ നിങ്ങളോ എന്നുള്ളതല്ല, എല്ലാവരും നിങ്ങളുടേതായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളി എന്ന് പറയുന്നത് വെറും കേരളത്തിന്റെ അല്ലെങ്കിൽ ഈ കൊട്ടാരക്കരയുടെ രാഷ്ട്രീയം മാത്രം ഉറ്റുനോക്കുന്നവരല്ല. നമ്മൾ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പോലെ, നമ്മൾ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പോലെ നമ്മൾ ലോക രാഷ്ട്രീയവും ഉറ്റുനോക്കുന്നവരാണ്. നമുക്ക് എല്ലാ മേഖലകളിലെയും രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയുന്ന ബുദ്ധിശക്തി, അറിവ്, വിവരം, വായന നമുക്കുണ്ട്. നമ്മളെല്ലാം ഒന്നു ചേർന്നാൽ നമുക്ക് ഈ മുഖ്യധാര മാധ്യമങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന വലിയ ശക്തിയായി മാറും എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇടതുപക്ഷം നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇതാ ഈ മാധ്യമങ്ങൾ നമ്മളെ തല്ലുന്നേ. നമ്മൾ ആ നിലയിലുള്ള പരിദേവനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, CPM-ന്റെ പ്രവർത്തകർ പല വേദികളിലും ഉന്നയിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, എനിക്ക് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും അറിയാം. നോക്കൂ, ഇന്ന് കേരളത്തിലുള്ള ഏത് മാധ്യമ പ്രവർത്തകനേക്കാളും മികച്ച മനുഷ്യ വിഭവശേഷിയുള്ളത് ഇടതുപക്ഷത്താണ്. ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളെക്കാൾ ഉപരിയായി മാധ്യമ സ്ഥാപനങ്ങളെ നേരിടാൻ കഴിയുന്ന സംഘടനാ സംവിധാനമുള്ളത് ഇടതുപക്ഷത്താണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഈ ഒരു ആഖ്യാനം, വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തുന്ന ആഖ്യാനത്തെ മറികടക്കാൻ സാധിക്കും. അതിനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.